ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് സ്റ്റാർട്ടറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അഫ്ഗാനി ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 20 കാഷ്യൂ നട്ട്സ് അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കി കൊണ്ടുവരണം. ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ എൻ്റെ ഒരു വേർഷൻ ഓഫ് അഫ്ഗാനി ചിക്കനാണ് ചെയ്യുന്നത്. ഇത് പല രീതിയിൽ ചെയ്യാം. ഞാനിവിടെ ഉള്ളിയോ അല്ലെങ്കിൽ മറ്റ് മസാല പൊടികളോ ഒന്നും ചേർക്കുന്നില്ല. വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇനിയും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടികളായിട്ട് യൂസ് ചെയ്യുന്നത് ആകെ കുരുമുളക് പൊടി മാത്രമേ ഉള്ളൂ. കുരുമുളക് പൊടിയാണ് നമ്മുടെ റെസിപ്പിക്ക് എരി കൊടുക്കുന്നത്. അല്പം കൂടെ എരി വേണം എന്നുള്ളവർക്ക് നമ്മൾ മിക്സിയിൽ അരച്ചപ്പോൾ തന്നെ 2 പച്ചമുളകും കൂടെ അരച്ച് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളക് യൂസ് ചെയ്യുന്നില്ല, കുരുമുളകിൻ്റെ എരി മാത്രമാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതാണ് എൻ്റെ മാരിനേറ്റ് ചെയ്യാൻ പോകുന്ന അരപ്പ്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കാം. മാരിനേറ്റ് ചെയ്യുമ്പോൾ ആ വരഞ്ഞതിലേക്കൊക്കെ അകത്തേക്ക് മസാല കയറുന്ന പോലെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രീസറിൽ വെക്കരുത്, താഴെ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഞാനിവിടെ നന്നായി മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്ത് വെച്ച് തിരിച്ച് കൊണ്ടുവന്നതാണ്. ഇനി നമുക്ക് ഇത് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിലും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എയർ ഫ്രയറിൽ വെക്കുകയാണ്. എയർ ഫ്രയറിൽ ചിക്കൻ സെറ്റിങ്ങിൽ തന്നെ 180 ഡിഗ്രി 27 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. ഞാനിവിടെ 27 മിനിറ്റ്സ് തന്നെയാണ് വെക്കുന്നത്. എടുക്കുമ്പോൾ അല്പം വേവ് കുറവുള്ളതുപോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം കൂടെ വെക്കാം. ഇപ്പോൾ ഏകദേശം 13 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ 13 മിനിറ്റ് ആയപ്പം എടുത്ത് എല്ലാ ചിക്കൻ പീസസും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ എല്ലാ പീസസും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും എയർ ഫ്രൈ ചെയ്യാം. ഇപ്പം 27 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്